നിങ്ങൾ പുലർച്ചെ 3-നും 5-നും ഇടയിൽ ഒരു കാരണവുമില്ലാതെ എല്ലാ ദിവസവും ഉണരുന്നുണ്ടോ? അലാറമില്ല, ശബ്ദമില്ല, പെട്ടെന്ന് ഉണർന്നിരിക്കുക. ഇത് താനേ സംഭവിക്കുന്നതല്ല. നിങ്ങളുടെ ശരീരം നിങ്ങളോട് പ്രധാനപ്പെട്ട എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ശരീരം സർക്കാഡിയൻ റിഥം എന്നറിയപ്പെടുന്ന ഒരു സ്വാഭാവിക ആന്തരിക സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉറക്കം, ഹോർമോണുകൾ, ഊർജ്ജനിലകൾ എന്നിവ നിയന്ത്രിക്കുന്ന 24 മണിക്കൂർ ചക്രമാണിത്. പുലർച്ചെ 2-നും 5-നും ഇടയിൽ നിങ്ങളുടെ ശരീരം ഒരു സെൻസിറ്റീവ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയത്ത് കോർട്ടിസോൾ, നിങ്ങളെ ഉണർത്താൻ സഹായിക്കുന്ന ഹോർമോൺ, പതുക്കെ ഉയരാൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഈ പ്രക്രിയ വേഗത്തിലാകുന്നു. നിങ്ങളെ സൗമ്യമായി ഉണർത്തുന്നതിന് പകരം അത് നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഈ നേരത്തെയുള്ള ഉണർവുകൾക്ക് പിന്നിലെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ് സമ്മർദ്ദം. നിങ്ങളുടെ മനസ്സ് അമിതഭാരമുള്ളപ്പോൾ നിങ്ങളുടെ ശരീരം ഉയർന്ന ജാഗ്രതയോടെ തുടരുന്നു, ഉറക്കത്തിൽ പോലും. രാവിലെ നിങ്ങൾ സാധാരണയായി REM സ്ലീപ്പ് എന്ന ഘട്ടത്തിലാണ്. നിങ്ങളുടെ മസ്തിഷ്കം വളരെ സജീവമായിരിക്കുമ്പോൾ വികാരങ്ങളും ഓർമ്മകളും പ്രോസസ്സ് ചെയ്യുന്നു. അതിനാൽ സമ്മർദ്ദം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം അതിന്റെ മധ്യത്തിൽ തന്നെ നിങ്ങളെ ഉണർത്തും. ചില ആളുകളിൽ ഇത് നിങ്ങളുടെ സ്വാഭാവിക ഉറക്ക രീതിയുമാകാം, നിങ്ങളുടെ ക്രോണോടൈപ്പ്. ചില ആളുകൾ സ്വാഭാവികമായും നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്, മറ്റുള്ളവർ നിശാമൂങ്ങകളാണ്. എന്നാൽ ആധുനിക ഷെഡ്യൂളുകൾ പലപ്പോഴും നമ്മുടെ ജീവശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ദിനചര്യകളിലേക്ക് നമ്മെ നിർബന്ധിക്കുന്നു, ആന്തരിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു, ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ ഈ അവസ്ഥ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. അതിനായി നിങ്ങളുടെ ഉറക്ക പാറ്റേണുകൾ ട്രാക്ക് ചെയ്യുക. ഉറങ്ങുന്നതിന് മുൻപ് സ്ക്രീൻ സമയം കുറയ്ക്കുക. രാത്രിയിൽ കഫീനും മദ്യവും ഒഴിവാക്കുക. ഏറ്റവും പ്രധാനമായി ഉറക്കത്തിന് മുൻപ് മാത്രമല്ല, പകൽ സമയത്തും സമ്മർദ്ദം നിയന്ത്രിക്കുക. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റമുണ്ടാക്കും. അതിനാൽ നിങ്ങൾ പുലർച്ചെ 3-നും 5-നും ഇടയിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ അത് അവഗണിക്കരുത്. നിങ്ങളുടെ ശരീരം നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, പകരം അത് നിങ്ങളുമായി എന്തോ പറയുവാൻ ശ്രമിക്കുകയാണ്. Stay healthy. Follow for more.